ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. അപ്പോൾ 3 കാർഡ്സ് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു കാർഡ്സ് വീണ് അത് ഞാൻ കണ്ട് അതുകൊണ്ട് അതിലേക്ക് തന്നെ വെച്ചതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്. അപ്പോൾ 3 കാർഡ്സ് ഉണ്ട്. സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ്, സെക്കൻഡ് കാർഡ് ഇതാണ്, തേർഡ് കാർഡ് ഇതാണ്. അപ്പോൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുമോ? ഫസ്റ്റ് കാർഡ് എടുക്കുവാണ്. ഫസ്റ്റ് കാർഡ് നോക്കാം. ഫസ്റ്റ് കാർഡ് തീർച്ചയായിട്ടും വരില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഡെവിളിനെ അറിയാം, ഇത് ചീറ്റ് ചെയ്ത് വിടാം, ഇത് ബ്ലാക്ക് മാജിക് ഒക്കെ സംഭവിച്ച ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരില്ല. പല നെഗറ്റീവായ സാഹചര്യങ്ങൾ, ബ്ലാക്ക് മാജിക് പോലുള്ള പല സംഭവങ്ങളും പല എഡിഷനിലും പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളിലേക്ക് വരില്ല എന്നാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തത് കാണുന്നത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുകയാണ്. മുന്നിലെ പല തടസ്സങ്ങളും ഉണ്ടെങ്കിലും കൂടി നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. കുറച്ച് ലേറ്റ് ആകും. മുന്നിലെ തടസ്സങ്ങൾ മാറിക്കിട്ടണം. ആ തടസ്സങ്ങൾ മാറിക്കിട്ടിയാൽ അവർ തീർച്ചയായും നിങ്ങളിലേക്ക് വരും. അതിനുള്ള ഒരു ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രണയത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. തേർഡ് കാർഡ്, ഈ വ്യക്തിയും നിങ്ങളിലേക്ക് വരാൻ ഒരു ചാൻസും ഇല്ല. ഈ വ്യക്തി ചീറ്റ് ചെയ്തു പോയ വ്യക്തിയാണ്. ചീറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു റിലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സാഹചര്യത്തിൽ പെട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.